അമേരിക്കയും വെനിസ്വേലയും തമ്മിലുള്ള സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുകയാണ്. ഇപ്പോഴിതാ 10 യുദ്ധവിമാനങ്ങളാണ് വെനിസ്വേലയ്ക്ക് ചുറ്റും വിന്യസിക്കാനായി ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഈ സംഘർഷം ഒരു യുദ്ധ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ എന്തെങ്കിലും യുദ്ധമുണ്ടായാൽ ശത്രു രാജ്യത്തിന് മുന്നറിയിപ്പ് നൽകാൻ അമേരിക്ക 10 F-35 യുദ്ധവിമാനങ്ങളാണ് നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ഒരു വെനിസ്വേലിയൻ F-16 യുദ്ധവിമാനം അമേരിക്കൻ പ്രദേശത്തിന് മുകളിലൂടെ പറന്ന് അമേരിക്കൻ സുരക്ഷയ്ക്ക് ഭീഷണിയാണെങ്കിൽ അത് ഉടൻ വെടിവെച്ചിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച കർശന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വെനിസ്വേലൻ F-16 യുദ്ധവിമാനങ്ങൾ US നാവികസേനയുടെ കപ്പലുകൾക്ക് സമീപം പറക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തിടെ മയക്കുമരുന്ന് കടത്തിയെന്ന് ആരോപിച്ച് US സൈന്യം ഒരു വെനിസ്വേലൻ ബോട്ടിനെ ലക്ഷ്യം വെച്ചത് വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾക്ക് കാരണമായിരുന്നു. പോരാത്തതിന് ഈ ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. സ്ഥിതി കൂടുതൽ വഷളായാൽ ട്രംപ് സൈന്യത്തിന് സ്വതന്ത്രമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം വെനിസ്വേലൻ പ്രസിഡന്റായിട്ടുള്ള മഡൂറോയുടെ തലയ്ക്ക് ട്രംപ് വിലയിട്ടിരിക്കുകയാണ്. മഡൂറോയെ കൊല്ലുന്ന ആൾക്കാർക്ക് ഇത്ര രൂപയാണ് വില എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മഡൂറോ മയക്കുമരുന്ന് സംഘ തലവനാണ് എന്നൊക്കെയുള്ള വലിയ പ്രസ്താവനകൾ ട്രംപ് ഇറക്കിയിട്ടുണ്ട്. അതേസമയം മഡൂറോയും വെനിസ്വേലയും അമേരിക്കയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങളും വിന്യാസങ്ങളും ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽ വെനിസ്വേലയ്ക്ക് മേൽ കർശന ഉപരോധങ്ങളാണ് ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്യൂർട്ടോറിക്കോയിലേക്ക് US 10 F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെ അയക്കുന്നതായി വൈറ്റ് ഹൗസ് പ്രഖ്യാപിച്ചു. നേരത്തെ US നാവികസേന തെക്കൻ കരീബിയനിലേക്ക് കപ്പലുകളെയും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ചു. മയക്കുമരുന്ന് കടത്താരോപിച്ച് US വെനിസ്വേലയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ട്രംപ് അടുത്തിടെ പറഞ്ഞത്, ഞങ്ങൾ മയക്കുമരുന്നിനെ ശക്തമായി എതിർക്കുന്നു. മയക്കുമരുന്ന് ഞങ്ങളുടെ ജനങ്ങളുടെ ജീവൻ അപഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വെനിസ്വേലയുടെ കുപ്രസിദ്ധ ഗ്രൂപ്പായിട്ടുള്ള ട്രെയിൻ ഡി അരഗ്വ മയക്കുമരുന്ന് ഭീകരതയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. അതേസമയം ട്രംപുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നാണ് മഡൂറോ പറയുന്നത്. ആരോപണങ്ങളെല്ലാം തന്നെ മഡൂറോ തള്ളിക്കളയുകയാണ്. ട്രംപ് നൽകുന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു. ഇന്ന് വെനിസ്വേലയ്ക്ക് കൊക്കൈൻ കൃഷിയിൽ നിന്നും മുക്തമാണ് വെനിസ്വേല. മയക്കുമരുന്നിനെതിരെ ഒരു പ്രചാരണവും നടത്തുകയാണ്. നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും സൈനിക സംഘർഷത്തിൻ്റെ വക്കിലെത്തരുത് എന്നും മഡൂറോ പറയുന്നുണ്ട്. എന്തായാലും ട്രംപ് ഇത് ആദ്യമായിട്ടല്ല വെനിസ്വേലയ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. മുമ്പും ട്രംപ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.